ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. സ്റ്റൂ കൊണ്ട് നിർത്തിയത് വളരെ നന്നായിട്ടാണ്, ഒരു ക്ലോഷർ തന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതെന്തായിരുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിന് 4-ാം ഭാഗം 5-ാം ഭാഗമൊക്കെ എന്തിന്? പടം ഒരു മോശ പടം എന്നൊന്നും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അടുത്തുള്ള ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും പ്ലോട്ട് ട്വിസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, ഓക്കെ എന്നല്ലാതെ എനിക്ക് ഭയാനകമായിട്ടുള്ള ഒരു പടം കണ്ട ഒരു സാധനമൊന്നുമില്ല. ഇപ്പം ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അങ്ങനത്തെ എക്സ്പെക്ടേഷനിൽ പോലും ദൃശ്യം 1ഉം 2ഉം എടുത്ത മനുഷ്യൻ അത് പറയരുത്. വി ഡു എക്സ്പെക്ട് സംതിങ് ഔട്ട് ഓഫ് ദ വേൾഡ്. അല്ലെങ്കിൽ അതേപോലെ ഫസ്റ്റ് സെക്കൻഡും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഒബ്വിയസ്ലി ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. ഇത് പക്ക ഒരു പക്ക പുള്ളിയുടെ ഫാമിലിക്ക് വേണ്ടി പുള്ളി ഏതറ്റം വരെ പോകും എന്ന് പറയുന്ന സാധനം, ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ബട്ട് യാ, ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് ഞാൻ പറയും, എനിക്ക് ആ ഫസ്റ്റ് സെക്കൻഡ് ഇനി അതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ ഇത് വെക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല പേഴ്സണലി. ലാലേട്ടൻ വാസ് അമേസിങ്. ഞാൻ പറയും, ഈ സിനിമയിൽ ഇത്രയും നാടകീയമായിട്ടുള്ള ഡയലോഗ് പറയുന്നിടത്തും ഹി വാസ് ജസ്റ്റ് സോ ഗുഡ്. പുള്ളിയുടെ എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, പുള്ളിയുടെ മാനറിസംസ് ആയിക്കോട്ടെ, പുള്ളിയുടെ ഹാർഡ്ഷിപ്പും പുള്ളി അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ്സും കോൺസ്റ്റന്റ് ആയിട്ടുള്ള തോട്ട്, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ്. പുള്ളി വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഈ പടത്തിൽ ചെയ്തിരിക്കുന്നത്. അതിലൊന്നും ഒരു കാര്യവും ഞാൻ ഇവിടെ പറയുന്നില്ല. ഇറ്റ് വാസ് ദി ബെസ്റ്റ്.